വന്നേ ഒന്ന് സംഗീതം മുണ്ടക്കയം, രണ്ട് ഗാനരചന മുണ്ടക്കയം, മൂന്ന് പാടുന്നത് മുണ്ടക്കയം, നാല് അഭിനയിക്കുന്നത് മുണ്ടക്കയം. തീർന്നോ? തീർന്നിട്ടില്ല. അടിപൊളി നൃത്തച്ചുവടുകൾ വേണം. ഈ നായികയെ തീരുമാനിക്കുന്നത് മുണ്ടക്കയം മാത്രമായിരിക്കും. ഷൂട്ടിംഗ് ഗുണ്ടൽപേട്ടയിൽ നിർബന്ധാണ്, മസ്റ്റാണ്. എന്തു പറയുന്നു? ഓക്കെ. എന്നാ ഓക്കെ അല്ല. ഇതേതാ ഈ വൃത്തികെട്ട സാധനം? കരിങ്കുരങ്ങ്. സുപ്രസിദ്ധ ഗാനരചയിതാവ് കോരപ്പുഴ കോയമോൻ എന്റെ വരികൾ മാറ്റാനേ ഒരു മുണ്ടക്കയത്തിനെ ഞാൻ അനുവദിക്കില്ല. വരിയുടെ കാര്യം ഞാൻ വേണമെങ്കിൽ ശരിയാക്കിക്കോളാം. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? അതെ, ഞാൻ പറയാം. അത് ഈ അഭിനയം ഒരു പ്രശ്നമാണ്. സാറിന് ഒരു പ്രശ്നമില്ല. അല്ല, അത് ഈ +2 വിദ്യാർത്ഥിയായിട്ടാണ് അഭിനയിക്കേണ്ടത്, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആൽബത്തിലെ 8ാം ക്ലാസ്സുകാരനായിട്ട് തകർത്ത് അഭിനയിച്ച പാർട്ടിയാണ് പുള്ളി. അദ്ദേഹത്തിന്റെ അടുത്ത വർക്കിലെ LKG പഠിക്കുന്ന കുട്ടിയുടെ പ്രണയാണ്. മുണ്ടക്കയം തന്നെയാണ് അഭിനയിക്കുന്നതും സംവിധാനം ചെയ്യുന്നതും. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. ആളെ പുറത്ത് കാണുന്ന പോലെയല്ല, അകത്ത് കൊച്ചു കുട്ടിയാ. ഞമ്മക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്ക. മത്തായി പേരോടനെ കാണാൻ പോയതല്ലേ, വന്നുടനെ കായ് കൊടുക്ക. ഹേ മിസ്റ്റർ, ഫുൾ ക്യാഷ് എന്നാലേ കാര്യം നടക്കൂ. നിങ്ങള് മൂപ്പരെ കാര്യസ്ഥനാ? അല്ല, കോറിയോഗ്രാഫറാ. മനസ്സിലായില്ലല്ലേ? നൃത്തക്കാരൻ. ഈ തൂത്തുകുടി മുണ്ടക്കയത്തിന് മാത്രമേ മുദ്ര കാണിക്കൂ. അതെന്താ? അതൊരു സീക്രട്ടാ. അയ്യോ, മുണ്ടക്കയത്തിന് മുദ്ര കാണിക്കാൻ സമയായി. വല്ലതും തരണേ. നല്ലൊരു വേഷം തരണേ. നിങ്ങൾക്ക് പറ്റൂന്നറിയില്ല. 2 കുപ്പായ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ആ വേഷമല്ല, അഭിനയിക്കാൻ ഒരു വേഷം. ഓ, അതാണ് സാർ ഞങ്ങളുടെ മുദ്രാവാക്യം. അതിനാപ്പന്റെ കാലിൽ വീണേ. അതെ സാർ. എന്നാലേ അത് ഞമ്മളല്ല, ഞമ്മളെ മോന. ഓ സാർ, ഒന്ന് പെട്ടെന്ന് വിളിക്കണം. ഐശുവോ, 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 ഐഷാത്തോ, ഓളെ വിളിക്കാൻ ഞമ്മളുടെ ഹയത്തിലുണ്ട്. വേണ്ടട്ടോ. നിങ്ങളെന്തിനാ മനസ്സങ്ങനെ വിളിച്ചു കൂവണത്? അന്റെ സംവിധായക പുത്രനെ ഒന്ന് വിളിച്ചു കൊടുക്ക്. കുറച്ച് അഭിനയ മോഹികളെ ഇവിടെ ക്യൂ നിൽക്കണ്ടെന്ന് പറ. മോഹികളല്ല സാർ, ദാഹികളാ. ആ, എന്നാ ദാഹികൾ ക്യൂ നിൽക്കണ്ടെന്ന് പറ. ചള്ളം മതിയോ മക്കളെ? ഡയറക്ടറുടെ ഉമ്മ വിചാരിക്കുന്ന ദാഹം അല്ലേ അത്? രണ്ടത്തണിയെ വിളിക്കൂ. ഞങ്ങൾക്കൊരു വേഷം തരാൻ ഉമ്മ കൂടി ഒന്ന് പറയണം. അല്ല, ദാഹികൾക്ക് ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ഞാനൊരു തേങ്ങ വലിക്കാരനായിരുന്നു. ഇവന് കൽപ്പന, ഇവൻ ഇലക്ട്രീഷ്യനാ. ഇത്രയും നല്ലൊരു പണി കളഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിന് വന്നത്? ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള പണി ഇങ്ങക്കാ. നടന്മാർക്കൊന്നും ക്ഷാമമില്ല. ശരിയാ, ഈ പണിക്കാരെ കിട്ടാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നോ. തേങ്ങ പറിക്കുന്നത് ഭയങ്കര റിസ്കാ. ഭൂമി തൊടാതുള്ള കളിയല്ലേ. 10-20 നിലയുള്ള ഈ ഫ്ലാറ്റിൽ പണിയെടുക്കാന്ന് പറഞ്ഞാ വലിയ അപകടമാണെന്നേ. ഇലക്ട്രിക് പണി അതിലും റിസ്കാ. ഷോക്ക് അടിച്ചാൽ തീർന്നില്ലേ, കംപ്ലീറ്റ് വർക്കും. വല്ല കലക്ടറോ ഡോക്ടറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടെ. അഭിനയിക്കാൻ വരുന്നവർക്ക് പ്രത്യേക എക്സ്പീരിയൻസോ വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ. സംവിധായകൻ ആക്ഷൻ കട്ടും പറയുമ്പോൾ ചുമ്മാ അങ്ങ് നടിക്കണം. പിന്നെ പണം, പ്രശസ്തി, ഞങ്ങൾക്കത് മതി. എക്സ്ക്യൂസ് മീ, നിങ്ങളൊക്കെ ആരാണാവോ? എന്തേ കാണിക്കണത്? ഞങ്ങൾ പുരുഷ നടന്മാരാണ് സാർ. അല്ല, അതിനിപ്പോ ഞാൻ തോന്നും. ഒരവസരം, ഒരൊറ്റ എൻട്രി, ഞങ്ങൾ അതിലൂടെ പിടിച്ചു കേൾക്കൊള്ളാം സാർ. ഇതിനുമ്പ് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടോ? ആരും ഉപയോഗിക്കാത്ത ഒന്നാം തരം ഫ്രഷ് നടന്മാരാണ് ഞങ്ങൾ. സാറിന് എന്തായാലും ഞങ്ങൾ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഏതായാലും മുതല മുടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ഈ 3 മുതലകളെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാം. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യും. ഓഹോ, അപ്പൊ കാശൊക്കെ വേണമല്ലേ? വെരി ഗുഡ്. ഒരു വേഷം, ഒരൊറ്റ വേഷം. സാറിന് ഞങ്ങൾക്ക് ഒരു അത്താണിയാണ്. ഒരത്താണിയല്ല സുഹൃത്തെ, 2 അത്താണിയാണ്. കേട്ടല്ലേ ജമാൽ 2 അത്താണിന്ന്? ഒന്നും കൂടി കൂട്ടി 3 അത്താണിയാണ് സാർ. ഇതെന്ത്? ഇത് ഞങ്ങളുടെ സംഘടനയുടെ കാർഡാണ് സാർ. അത് ശരി, നിങ്ങൾക്ക് സംഘടനയ്ക്കുണ്ടോ? പമ്മ അസോസിയേഷൻ. എന്താണ് ഈ പമ്മ? പുതുമുഖം മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഞാൻ പമ്മയുടെ സെക്രട്ടറി, ഇവൻ പ്രസിഡന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ പമ്മന്മാര് 3 പേരും ചെല്ലി. ഒത്തിരി പ്രതീക്ഷയിലാണ് സാർ ഞങ്ങൾ വിടവാങ്ങുന്നത്. ഓ, പോട്ടെ സാർ. ചാൻസ് ചോദിക്കണ പോലെ ആർട്ടിഫിഷ്യൽ പോട്ടെ, എന്നിട്ടാണ് അഭിനയിക്കാൻ നടക്കുന്നത്. എവിടെ നോക്കിയാലും നടന്മാരാ. ലോകാവസാനാകുമ്പോ പ്രാന്തന്മാര് കൂടും. ഓ, അടുത്ത ദാഹി എത്തി. നടനല്ലേ?
ഇന്ന് വരെ അഭിനയിച്ചിട്ടില്ലാത്ത എന്നെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഐ ആം ജാഫർ അബുദാബി. ഡയറക്ടർ അത്താണിയെ ഡയറക്റ്റായി കാണാൻ വന്നതാണ്. വിളിക്കൂ ബാർബറെങ്കിൽ. ഐസു ആന്റെ ഡയറക്ടറോട് പറയ് കാഫർ ഔദായി വന്നിട്ടുണ്ടെന്ന്. കാഫർ അല്ല, ജാഫർ. ആ ജാഫർ ജാഫർ. കുമാര ഞമ്മൾ ഇപ്പൊ വരാം. അല്ല കുഴപ്പമായല്ലോ എന്റെ റബ്ബേ. എന്ത് അളിയ വന്നില്ലേ? അത് പിന്നെ അളിയന് ടിക്കറ്റ് കിട്ടിയില്ല. ഇതേത് എന്തേ അളിയനായിട്ട് ഉടക്കിയാ? കീരിയും പാമ്പ് പോലെ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാ. ബാപ്പി മോൻ ഉണ്ടാക്കി തന്ന കണ്ണീരുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഒഴിക്കാൻ. അപ്പോഴേ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണ്ടായിരുന്നു. നീ ചെല്ലു പുറത്തേക്ക്, രാത്രി അളിയും വരണ്ട അകത്തേക്ക്. പറയാളോ നീ തന്നെ പറഞ്ഞു. എന്റെ ഷൂട്ടിംഗ് ഒന്ന് തുടങ്ങട്ടെ, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. തൽക്കാലം ഇത്താത്തവാ, ഞാൻ അവിടെ കൊണ്ടുപോയിടാം. 50,000-ന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് സൽമ ഇവിടുന്ന് പോവും. എനിക്കിന് വയ്യ. ഞാൻ ജാഫർ അബുദാബി. ഈ പിശാജ് ഇടോ ആദ്യം ഇന്ത്യയുടെ പ്രശ്നം സോൾവ് ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം അബുദാബിക്ക്. നിന്നെ അരണ കടിച്ചപ്പോ ഉറക്കളിച്ചിരുന്ന് ജീവൻ രക്ഷിച്ചത് ഇത്താത്തയാണെന്നല്ലേ? എന്തിന് ഇത്താത്ത പറഞ്ഞു കൊടുത്ത് എന്റെ ജീവൻ എടുക്കുന്നത്? അബുദാബിക്ക് വരാൻ സർ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല, കോടാലി അതെന്തിനാ സർ? തന്റെ ജീവൻ എടുക്കാൻ അങ്ങോട്ട് മാറും. ചെരുപ്പ് കട തുടങ്ങാൻ 50,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് ബാപ്പി മോന് മൂപ്പരെ പറ്റിച്ചില്ലേ? ആരെ പറ്റിച്ചെന്നാ? ബാർബർ ഷാപ്പിൽ നിധിയൊന്നുമല്ല കുഴിച്ചെടുക്കണത്. അളിയന്റെ ഭാര്യയാണതിന് മുമ്പ് ഇത്താത്ത ഒസാംബീരാന്റെ മകളായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. ഇത്താത്തയുടെ കീഴിൽ ഇനി ഒരാളും കൂടി കെട്ടിച്ചുവിടാൻ. അതെ, അന്റെ ബാധ്യത. ശ്രീധനം വാങ്ങി നീ ഒരു കല്യാണം കഴിച്ചാൽ അതങ്ങോട്ട് സോൾവ് ആവും. എന്റെ കാര്യം അങ്ങനെയാണോ? പറഞ്ഞു പറ്റിച്ചില്ലേ നീ? ഈ വീട് വിറ്റിട്ടെങ്കിലും 50,000 രൂപ കൊടുക്കണം. അത് ശരി. അപ്പൊ ഈ വീട് കണ്ടിട്ടാണ് ഇത്താത്ത അളിയന് ഇത്രയും വലിയ ഇളക്കം. അറിയാലോ, ഇപ്പോഴും ലോൺ എടുത്ത് തീർന്നിട്ടില്ല. ഇത്താത്തക്ക് വേണ്ടി തന്നെ ഈ ലോൺ എടുത്ത്. ഇതൊന്നും മറക്കല്ലേ ഇത്താത്ത. എനിക്ക് തന്നെ വേണം. മരിച്ചാ മതി എനിക്ക്. ഞാനും എന്റെ മക്കളും വിഷം കുടിച്ച് മരിച്ചോളാം. നിനക്ക് സമാധാനാവല്ലോ. ഞാൻ അബുദാബിന്ന് ലീവിന് വന്നതാണ്. ഒരു പാട്ടിൽ എന്നെ നായകനാക്കണം. പെങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരാതിരിക്കാൻ ഞാനൊരു തുക തരാം. ഒരു വെടിക്ക് 2 പക്ഷി. എനിക്കൊരു ജീവിതവും പെങ്ങൾക്കൊരു വേഷവും. സോറി, പെങ്ങൾക്കൊരു ജീവിതവും എനിക്കൊരു വേഷവും. 10,000. ആ പാട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും വരട്ടെ. എന്നെ 4 ആൾ തിരിച്ചറിയട്ടെ. എന്തു പറയുന്നു? 10,000 രൂപ തന്നെ ഞാൻ നായകനാക്കണം. അതും ഈ ഹൈറ്റും വെയിറ്റും വെച്ച് അല്ലേ? അത് നമുക്ക് ഗ്രാഫിക് ചെയ്തുണ്ടാക്കിക്കൂടെ? പിന്നെ പണം കൂട്ടിത്തരണമെങ്കിൽ സങ് കൂട്ടിത്തന്നാ മതി. എന്ത് കൂട്ടിത്തരാൻ? നടിയെ. അങ്ങനെയാണെങ്കിൽ മൊത്തം 20,000 റുപ്പീസ് ഞാൻ തരും. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? എന്റെ മുമ്പിൽ ഇനി വന്നാണ്ടല്ല അത്ര കേട്ടു ഞാൻ നോക്കല്ലടാ. ഒന്ന് പോയിക്ക് ഇഷ്ട. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. നാട്ടുകാരുടെ ക്ഷൗരം ചെയ്തു നടക്കുന്ന തന്റെ ആൽബത്തിൽ നടിക്കാൻ എന്റെ പട്ടി വരും. ഇനി ഇവിടെ കിടന്ന് കുറച്ച് ഇടിച്ചിന്റെ മോദൽ ഷേപ്പ് മാറ്റിട്ടുള്ള പട്ടി. താൻ കണ്ടോ, ഞാനും നാളെ ഒരു സൂപ്പർ സ്റ്റാർ ആകും. അപ്പൊ താൻ എന്റെ ഡേറ്റും ചോദിച്ച് എന്റെ വീട്ടിൽ വരും. അപ്പൊ ഞാൻ എന്റെ പട്ടിയെ അയച്ചു വിട്ട് തന്നെ കടുപ്പിക്കും. എന്താണ് എന്നെ വിളിച്ചത്? താങ്ക് യു. നമുക്ക് ലൊക്കേഷൻ വെച്ച് കാണാം. ബൈ.